Hi DSK Platon, this is me, your friend Selvakumar. അപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ SK പ്ലാറ്റൂണിൽ നിങ്ങൾ അംഗമല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുത്തേക്കണം, മറക്കരുത്. ഓക്കെ ഗൈസ്, തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ പ്രകൃതി രമണീയമായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ പ്രകൃതിയോടൊപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, എൻ്റെ വീഡിയോകൾ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ വീഡിയോകളിൽ അധിക വീഡിയോകളും ഞാൻ ഇൻഡോറായിട്ട് റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1-2 വീഡിയോകൾ മാത്രമാണ് ഞാൻ പൊതുവേ ഔട്ട്ഡോറിലായിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പൊതുവേ യാത്രകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ യാത്രകൾ ചെയ്ത് വീഡിയോകൾ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. കാരണം ഒരു 3-4 മാസമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ മൺസൂണൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ യാത്രകൾ ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ യാത്രകൾ ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ പറയുന്നതൊക്കെ കേട്ട് ക്ഷമയോടെ കേട്ട് എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. ഫ്യൂച്ചറിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നല്ല മഴയൊക്കെയാണ്. മഴയായതുകൊണ്ട് പല സ്ഥലത്തും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയൊരു വീഡിയോ ഒന്നുമില്ല. കാരണം ഞാൻ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഐ ഹാവ് സ്പോക്കൺ. സോ അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാനായിട്ട് പോകുന്നില്ല. ചെറിയ നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മഴയായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മളെല്ലാം പല സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളും വരാം. പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ മണ്ണൊലിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും വരാം. ഇത്തരത്തിലുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വല്ല മരങ്ങളുടെ കീഴിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. കാരണം മരങ്ങൾ വീണിട്ട് പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് മഴ സമയത്ത്. അപ്പോൾ അതെല്ലാം നമുക്കറിയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡിലൂടെ ഓടിക്കുമ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓയിലും കാര്യങ്ങളുള്ളത് കൊണ്ട് പലപ്പോഴും തെന്നാം. പിന്നെ അതുപോലെ തന്നെ റോഡരികിൽ മരങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. മരങ്ങൾ പലപ്പോഴും നല്ല കാറ്റുള്ളത് കൊണ്ട് ഒടിഞ്ഞു വീഴാനും ചാൻസസ് ഉണ്ട്. പത്രത്തിൽ ഒരുപാട് അപകടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഏരിയയിലൊന്നും ഈ ഒരു സമയത്ത് പോയി നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള കെട്ടിടങ്ങളെല്ലാം പലപ്പോഴും ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മഴക്കാലത്ത് തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് നാഷണൽ ലെവലായിട്ടൊക്കെ കേട്ട് കാണും. എയർപോർട്ട് പൊളിഞ്ഞു വീഴുന്നതും പാലങ്ങൾ തകർന്നു വീഴുന്നതും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൽ അഞ്ചരക്കണ്ടി എന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചെറിയൊരു കെട്ടിടം പൊളിഞ്ഞു വീണത് നമുക്കറിയാൻ പറ്റും. ഇന്നത്തെ ന്യൂസിലൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസസ് അധികമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ ഈ മരങ്ങൾ കറണ്ട് ലൈനിലേക്ക് വീണിട്ട് ലൈന് പൊട്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈനും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പുകളിൽ അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക.
പിന്നെ അതുപോലെ തന്നെ ഈ കറണ്ട് വലിച്ചിരിക്കുന്ന വീടുകളുണ്ടാവല്ലോ, അപ്പോൾ ആ വീടുകളിലെല്ലാം തന്നെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കാത്ത രീതിയിലൊക്കെ ഈ ലൈന് ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള വീടുകളിൽ പൊതുവെ അപകടങ്ങൾ കൂടാൻ ചാൻസസ് അധികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല, ഈ കാലപ്പഴക്കം വന്ന വീടുകളിൽ ഈ കറണ്ട് കണക്ഷൻസൊക്കെ ഉണ്ടാവും. അവിടെ ഈ വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് ചാൻസസ് അധികമാണ്. അപ്പോൾ അത്തരത്തിൽ വീടുകളിൽ താമസിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. ആറാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അട്ടപ്പാടി പോലുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ, ഈ പുഴ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുഴയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പുഴയിൽ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവിടെ പോകുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിച്ച് വേണം പോകുന്നതിന്. മാക്സിമം പുഴകളിൽ പോയി കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പുഴകളിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സമയങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നിയന്ത്രണം കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയങ്ങളിൽ കുറേ ആൾക്കാർ വന്നിട്ട് പുഴകളിൽ പോയിട്ട് മരണപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അട്ടപ്പാടിയിൽ ഇതുവരെ സംഭവിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് എന്നിരുന്നാലും പല വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കാണും. കുടുംബത്തോടെയൊക്കെ വെള്ളം അടിച്ചു കൊണ്ടുപോയ ഒരവസ്ഥയൊക്കെ ഈ ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൂറിസ്റ്റുകൾ പൊതുവെ ഈ മഴ സമയങ്ങളിൽ ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു മുൻകരുതൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അട്ടപ്പാടി പോലുള്ള ഏരിയയിലേക്ക് ഈ താഴെ നിന്ന്, അട്ടപ്പാടി മാത്രമല്ല വയനാട് പോലുള്ള ഏരിയ ആയാലും ഇടുക്കി ആയാലും, ഈ നിരപ്പായ സ്ഥലങ്ങളിൽ നിന്ന് ഈ മലകളിലൂടെ യാത്ര ചെയ്തു വരുന്നത് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരങ്ങൾ വീണിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള യാത്രകൾ ഈ ഒരു സമയം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്കിവിടെ ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുണ്ട്, വകുപ്പുകൾ. അപ്പോൾ അവർ വേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ KCB ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ 24 hours വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചില സമയത്ത് കറണ്ട് എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഉടനെ പോയി എത്തുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 24 hours അവരും എവിടെയാണോ പ്രശ്നം ഉണ്ടാകുന്നത് അവിടേക്ക് ഓരോ സമയത്തും കൃത്യമായിട്ട് എത്താനായിട്ട് അവർ എത്താറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും പല സ്ഥലത്തും കൃത്യമായിട്ട് നമുക്ക് റീച്ച് ആകാത്ത ഒരവസ്ഥയും വരാറുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്യൂ ഒക്കെ വരാം. എന്നിരുന്നാലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മുൻകരുതലുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ഇടപെട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് സർക്കാർ വകുപ്പുകൾ മാത്രമല്ല, ജനങ്ങളും എവിടേക്കാണോ പ്രശ്നങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ എവിടേക്കാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട്, ജനങ്ങളടക്കം എല്ലാവരും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രശ്നങ്ങളും കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.